എന്നുള്ള വീഡിയോ ഒന്ന് കേട്ടോ. മലേഷ്യയിലോട്ടുള്ള ജോബ് ഓപ്പണിംഗ് ആണ്. ഇപ്പൊ മലേഷ്യയിലോട്ട് നമുക്കൊന്ന് വെയിറ്റർ, സപ്ലയർ, ദെൻ ഹെൽപ്പർ. ഓക്കെ, ഈ ഒരു 3 വേക്കൻസിലോട്ട് ഹോട്ടൽ ഫീൽഡിലെ വേക്കൻസി ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ പ്രോസസിംഗ് പീരീഡ് വെറും 15 ദിവസമാണ്. എംപ്ലോയ്മെന്റ് വിസ തന്നെയാണ് വരുന്നത്. 15 ഡേയ്സിൽ ഇതിന്റെ പ്രോസസിംഗ് പീരീഡ് കംപ്ലീറ്റ് ആകും. വീഡിയോ കേട്ടില്ല, 1000 തവണ പറഞ്ഞിട്ടുണ്ട് മലേഷ്യയിൽ ഏജന്റുമാര് വഴി വരല്ലേ. കാരണം വെച്ചാൽ നിങ്ങൾ വന്ന് പെടും. അവിടെ നിങ്ങൾ പാസ്പോർട്ടും കൊടുത്തിട്ട് ഇവരെ കയ്യിൽ വേപ്പിച്ചിട്ട് ഇവിടെ വന്നിട്ട് പണിയെടുക്കും. പൈസയൊന്നും വാങ്ങൂല. ചില ആൾക്കാർ പൈസ വാങ്ങും, ചില ആൾക്കാർ പൈസ വാങ്ങൂല. ഇവിടെ വന്ന് പണിയെടുപ്പിക്കലാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നരകയാതനയാണ്. നിങ്ങൾക്ക് കുറച്ച് വോയിസ് മെസ്സേജ് ഞാൻ കേൾപ്പിച്ചു തരാം. ഞാനിപ്പോ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഒരു 15-16 ദിവസമായി. ഒരു ഏജൻസിക്കാരന് ജോലി വാഗ്ദാനം തന്നിട്ട് ഞാൻ അങ്ങനെ കയറി വന്നാ. അപ്പൊ നിലവിൽ ഞാനിപ്പോ ഇവിടെ പെട്ട് നിൽക്കുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല. ഇവരോട് നാട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അവരെ ടിക്കറ്റും വിസയൊക്കെ എടുത്തതിന് നമ്മളിവിടെ കൊണ്ടുവന്നു. ആ പൈസയും നമ്മൾ പെർമിറ്റ് എടുത്ത പൈസയും തിരിച്ചു പോണ പൈസ ഒക്കെ കൊടുക്കാൻ പറയും. മലേഷ്യക്ക് വന്നോ ഏജന്റുമാര് വഴി വരല്ലേ എന്ന് പറഞ്ഞാൽ അവര് പറയണ കള്ളത്തരങ്ങൾ പറഞ്ഞിട്ട് വിസിറ്റിംഗ് വിസ വന്നിട്ട് ഇവിടെ വിസ അടിക്കാന്നുള്ള ഓപ്ഷൻ പറഞ്ഞിട്ട് വരണ്ട. നിങ്ങൾ വിസ കിട്ടുമെങ്കിൽ വിസ അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേട്ട് എവിടെന്നെങ്കിലും അതൊക്കെ ഓക്കെ ആണെന്ന് അറിഞ്ഞാൽ മാത്രം നിങ്ങൾ കയറി പോരും. എന്തിനും നിങ്ങൾ വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് ഇവിടെ നിന്ന് വിസ അടിക്കാന്നുള്ള ഓപ്ഷൻ പറഞ്ഞ് കയറി വരണത്? ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. നിങ്ങളെ പാസ്പോർട്ട് അവരെ കൈ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കാര്യത്തിൽ തീരുമാനമായി. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര ഘട്ടം പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ വേണ്ടി? നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, തൃശ്ശൂര്, ഇടുക്കി അങ്ങനെയുള്ള ആ ഭാഗത്തുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് വീണ്ടും വീഡിയോ ഇടുന്നത്. ഇന്ന് ആർക്കെങ്കിലും എത്തിച്ചു കൊടുക്കും. ഈ ഏജന്റുമാർ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കല്ലേ? എത്ര പറഞ്ഞിട്ട് നിങ്ങളിവിടെ ഒന്ന് രക്ഷപ്പെടുമെന്ന് പറഞ്ഞിട്ടല്ല, നിങ്ങളൊന്ന് കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇതൊക്കെ പറഞ്ഞു തരണത്. അതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേട്ടാൽ മാത്രം മതി. അപേക്ഷയാണ് ശരിക്കും പറഞ്ഞത്. വന്ന് പെട്ടെന്ന് കരച്ചിലും സങ്കടങ്ങളും കേൾക്കാൻ വയ്യാത്തതാണ് വീണ്ടും. മലേഷ്യയിൽ ഇപ്പോഴത്തെ അവസ്ഥ ഏതാണ് സാഹചര്യം? കാരണം ഇമിഗ്രേഷനും ഫുള്ള് പ്രശ്നം കൊണ്ടാണ് ഇവിടെ നാട്ടുകാരും അല്ലെങ്കിൽ ഇവിടെ പണിയെടുക്കുന്ന ആൾക്കാരും വിസ ഇല്ലാത്തവർക്ക് ഓരോരുണ്ട്. ഒരു ബുദ്ധിമുട്ട് സഹിച്ചാണെങ്കിൽ എങ്ങനെ പോണത്? അതൊന്നും നിങ്ങൾക്ക് അറിയാതെ നിങ്ങളങ്ങ് കയറി വരും. ഇവിടെ വന്നിട്ട് പിന്നെ പെട്ട് അവിടെ നിന്ന് ലോണും എടുത്ത് കാര്യങ്ങളും പൈസയും കൊടുത്തിട്ട് ഇവിടെ വന്ന് കയറി പറഞ്ഞാണ് ഇവിടുത്തെ അവസ്ഥ. ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇതെങ്കിലും ഒന്ന് ആരെങ്കിലും എവിടെയെങ്കിലും എത്തിയാൽ മതി. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല പറയാൻ വേണ്ടി. പറഞ്ഞു മടുത്ത്. മറ്റേ ഇവര് സഹായിച്ചും ഇവരൊക്കെ ക്യാമ്പസുകാരും BMJ-കാരും മലയാളി കൂട്ടായ്മയൊക്കെ സഹായിച്ച് അവരും മടുത്ത്. കാരണം വെച്ചാൽ എത്രയും തവണ സഹായിക്കണത് അവർക്കൊരു പരിധിയില്ലേ? ഇത് പറഞ്ഞ കണക്കിന് അവരെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് സഹായിക്കുന്ന ആൾക്കാരുണ്ട്. എന്ത് ചെയ്യാൻ വേണ്ടി? നിങ്ങളൊന്നും കേൾക്കുന്നില്ല. ആയിക്കോട്ടെ, അതുകൊണ്ടൊന്നും ലാസ്റ്റ് ആയിട്ടൊന്ന് പറയണമെന്നേ ഉള്ളൂ. അത് പറയാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, ബാക്കിയൊക്കെ നിങ്ങളെ പോലെ.